ഹായ്. 3-4 ദിവസമായിട്ടേ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രേഖാചിത്രം ഉൾപ്പെടെയുള്ള സിനിമകളുടെ റിവ്യൂ ചെയ്യാഞ്ഞത്. ഇനി നാളെയൊക്കെ ആയിട്ട് വേണം എല്ലാ സിനിമകളും കാണാൻ വേണ്ടി. ഇതെടുത്ത് പറഞ്ഞതിനുള്ള കാരണം ഓൾറെഡി ഒരു പേരുദോഷമുണ്ട് നമുക്ക് OTT റിവ്യൂവർ എന്നുള്ള പേരിൽ. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. എന്തായാലും ഇന്ന് എത്തിയിരിക്കുന്ന ഒരു കന്നഡ സിനിമയെ പറ്റി പറയാനാണ്. അതായത് മാക്സ് എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. എങ്ങനെയെന്ന് ചോദിക്കരുത്, പറയില്ല, നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ. എന്തായാലും ഈ ഒരു സിനിമ തമിഴ് ഡബ്ബിങ്ങിലും അവൈലബിൾ ആണ്. കിച്ചാ സുദീപാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളത് വിജയ് കാർത്തികേയൻ എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത് ഞാൻ കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. കാരണം കഥ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ഇൻസിഡൻറ്റ് സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുകയാണ്. അതാണ് ഏകദേശം കഥ എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോലും. എങ്കിലും പറയാം, ഒരു രാത്രിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്ന കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത്. കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ കൈദി സിനിമയിലെ ആ ഒരു മൂഡുണ്ടല്ലോ, അത് പോലീസ് സ്റ്റേഷൻ, അത് ആക്രമിക്കാൻ വേണ്ടി വരുന്ന ഗുണ്ടകൾ എന്നൊക്കെയുള്ള രീതി, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആക്ഷൻ ത്രില്ലർ ഫാനാണ് അല്ലെങ്കിൽ ഒരു ഡൈഹാർഡ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. അത്യാവശ്യം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും മാക്സ് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് സംവിധായകനെ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ഒരു ആദ്യ സിനിമയെന്നൊന്നും നമുക്ക് തോന്നിയില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് സ്റ്റണ്ണിങ് ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ്, ആ ഒരു ആക്ഷൻ പരിസരം ഒക്കെ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു സിനിമയുടെ കഥയും തിരക്കഥയൊക്കെ തന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതും വലിയ ലെങ്ത് ഒന്നുമില്ല. 2 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത് എന്നുള്ളത്. ഈ 2 മണിക്കൂറും അത്യാവശ്യം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുത്തുന്ന രീതിയിലാണ് ആ ഒരു സ്ക്രിപ്റ്റ് വർക്കും അതിൻ്റെ തിരക്കഥയൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നെന്നും പറയാൻ സാധിക്കും. കൂടാതെ ടെക്നിക്കലി അത്യാവശ്യം എല്ലാ മേഖലയിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്കാകട്ടെ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കാകട്ടെ, ഇതിനേക്കാളൊക്കെ ഉപരി പറയേണ്ടത് ചിത്രത്തിൻ്റെ കിടിലി ആയിട്ടുള്ള ആ ഒരു BGM വർക്കാകട്ടെ, അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ടെക്നിക്കലിയും ഈ ഒരു സിനിമ നൽകും എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കിച്ചാ സുദീപാണ് ആ ഒരു ഹീറോ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു മാക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം ഒരു മാസ് ഉണ്ട്. ആ മാസ് അപ്രോച്ച്, ആ ഒരു മാസ് ഫീലൊക്കെ, അത്യാവശ്യം ഒരു സ്വാഗൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിലൂടെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നല്ല രസകരമായിട്ടാണ് പുള്ളി ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മാത്രമല്ല, സുനിൽ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു വില്ലൻ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ വംശികൃഷ്ണ ഒരു വില്ലൻ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ വരലക്ഷ്മി ശരത് കുമാർ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. വന്നിരിക്കുന്ന എല്ലാവരും കിടിലമായിട്ടുള്ള പെർഫോമൻസും കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോഴേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ആക്ഷൻ സിനിമകൾ സ്നേഹിക്കുന്നവർക്കും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ സിനിമകളൊക്കെ സ്നേഹിക്കുന്നവർക്കും ധൈര്യമായിട്ട് ഒന്ന് സമീപിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലിം തന്നെയാണ്. ഓക്കെ, പിന്നെ വലിയ ലോജിക്കൊന്നും നോക്കാൻ പറ്റില്ല, എനിക്ക് റിയലിസ്റ്റിക് പടങ്ങളെ പറ്റുള്ളൂ എന്നുള്ളവർക്ക് എത്രത്തോളം ദഹിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ്. ധൈര്യമായിട്ട് അത്തരത്തിലുള്ള സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വെച്ച് പിടിച്ചോ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം അല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10/7. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അങ്ങനെ 18+ കണ്ടന്റ് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. കുറച്ച് വയലൻസ് ഒക്കെ കാണും. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്നും കാണാം. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.